ഹൈപ്പോതൈറോയിഡിസം ഇന്ന് ലേഡീസിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം. ഈ ഹൈപ്പോതൈറോയിഡിസം ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയോ ഉണ്ടാവും പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ഈസ് ഫെറ്റീഗ്, ടയർഡ്നെസ് ഉണ്ടാവും, എപ്പോഴും ടയർഡ് ഫീലിംഗ് ഉണ്ടാവും. നെക്സ്റ്റ് മസിൽ വീക്ക്നെസ്, മസിലിന്റെ സ്ട്രെങ്ത് കുറയും. ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആൾക്കാർ ചേർന്ന് എഴുന്നേക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറി നടന്നു പോകാൻ പറ്റില്ല. നെക്സ്റ്റ് കോൺസ്റ്റിപ്പേഷൻ, വയറ്റിന് ശരിയായിട്ട് പോകുന്നില്ല. ഫീലിംഗ് കോൾഡ്, എപ്പോഴും തണുപ്പ് പോലെയാണ് തോന്നുന്നത്. ഹെയർ ലോസ് ഉണ്ടാവും. പിന്നെ കൈ കാല് തരിപ്പ് വരാൻ സാധ്യതയുണ്ടാവും. മുഖത്തിൽ നീര്, പഫിനെസ് ഓഫ് ദി ഫേസ് ഉണ്ടാവും. കാലിൽ നീര് വരാൻ സാധ്യത ഉണ്ടാവും. വെയിറ്റ് ഗെയിൻ, വെയിറ്റ് കൂടുന്നു. ഇതാണ് കോമൺ ആയിട്ട് ഹൈപ്പോതൈറോയിഡിസമിൽ കാണുന്ന സിംറ്റംസ്. ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഈ സിംറ്റംസ് ഉള്ള ആൾക്കാർ ഒന്ന് കുറച്ച് ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. തൈറോയ്ഡ് ഹോർമോൺ എങ്ങനെയുണ്ട്, അതിന്റെ ലെവൽ എവിടെ എന്താ ഉള്ളൂ, അത് നോക്കിയിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ടാവും. ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആൾക്കാർ കറക്റ്റായിട്ട് തൈറോയിഡ് സപ്ലിമെന്റേഷൻ എടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത ഉണ്ടാവും. രാത്രി ഉറങ്ങുമ്പോൾ കൂർക്കം വലി, ബ്രീത്തിങ് ഒരു ഒബ്സ്ട്രക്ഷൻ ആയിട്ട് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പിംഗ് ഏപ്നിയ, കൂർക്കം വലി ഉണ്ടാവും. ഹാർട്ട് പ്രോബ്ലം വരാൻ സാധ്യത ഉണ്ടാവും. ഹാർട്ട് ഫെയില്, പെരിഫറൽ ന്യൂറോപ്പത്തി, കൈകാല നെരുമ്പുകൾ വീക്ക്നെസ് ആയിട്ട് തരിപ്പ് വരാൻ സാധ്യത ഉണ്ടാവും. മെന്റൽ ഇഷ്യൂസ്, ഡിപ്രഷൻ, ആൻസൈറ്റി വരാൻ സാധ്യത ഉണ്ടാവും. ഇൻഫെർട്ടിലിറ്റി, ഇത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കോംപ്ലിക്കേഷൻസ് ആണ് ഹൈപ്പോതൈറോയിഡിസം ശരിയായിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ. താങ്ക് യു.